വലിയൊരു ബിസിനസ്മാൻ ചെറിയൊരു ഗ്രാമത്തിലെത്തുകയാണ്. അവിടെ ഒരു ഫാക്ടറി തുടങ്ങുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. നദിക്കരയിലെ ഒരു സ്ഥലത്തായിരുന്നു അദ്ദേഹം ഫാക്ടറി തുടങ്ങാനായി പ്ലാൻ ചെയ്തിരുന്നത്. റോഡിലൂടെ യാത്ര ചെയ്ത് ആ നദിക്ക് കുറുകെയുള്ള ആ സ്ഥലത്തെത്തുമ്പോഴേക്കും ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നദി കുറുകെ കടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ യാത്ര ചെയ്യാമെന്ന് അദ്ദേഹം കരുതി. ആ ബോട്ടിൽ ആകെ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്, ബിസിനസ്മാനും പിന്നെ ബോട്ട് തുഴയുന്നയാളും. ശാന്തമായ യാത്രക്കിടെ ബിസിനസ്മാൻ ബോട്ട് തുഴയുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ബോട്ടിൽ ആരാണ് യാത്ര ചെയ്യുന്നതെന്ന്? വളരെ താഴ്മയായി അയാൾ മറുപടി പറഞ്ഞു, എനിക്കറിയില്ല സാർ, താങ്കൾ ആരാണെന്ന് എനിക്കറിയില്ല. നീ പത്രം വായിക്കാറില്ലേ? പല ദിവസങ്ങളിലും എൻ്റെ ചിത്രം പത്രത്തിൽ വരാറുണ്ടല്ലോ. യുവാവ് മറുപടി പറഞ്ഞു, അയ്യോ സാർ, എനിക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അതോടെ എൻ്റെ കുടുംബം നോക്കാൻ ഞാൻ പല ജോലികളും ചെയ്യേണ്ടി വന്നു. യുവാവിൻ്റെ മറുപടി കേട്ട് അയാളെ പരിഹസിക്കുന്ന രീതിയിൽ ബിസിനസ്മാൻ പറഞ്ഞു, നിനക്ക് എഴുതാനും വായിക്കാനും പോലും അറിയില്ല, ഇങ്ങനെയുള്ള ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ഇത് കേട്ട് വിഷമം തോന്നിയെങ്കിലും യുവാവ് മറുപടി ഒന്നും പറഞ്ഞില്ല. അല്പസമയം കഴിഞ്ഞ് ബിസിനസ്മാൻ അയാളോട് പറഞ്ഞു, കുറച്ചു നാൾ കൂടെ കഴിയുമ്പോൾ നദിക്ക് മറുവശത്ത് കാണുന്ന ആ സ്ഥലത്ത് എൻ്റെ വലിയൊരു ഫാക്ടറി ഉയരും. ഞങ്ങളുടെ കമ്പനി അവിടെ മിനറൽ വാട്ടർ ബോട്ടിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ സാർ, മനസ്സിലായില്ല? യുവാവ് പറഞ്ഞു, എടോ, വെള്ളം നിറച്ച ബോട്ടിൽസ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഈ നാട്ടിലൊന്നുമല്ല, അത് സിറ്റിയിലാണ് വിൽക്കപ്പെടുന്നത്. സിറ്റിയിലെ ഷോപ്സിൽ വെള്ളം നിറച്ച ബോട്ടിൽസ് വിൽക്കാൻ വച്ചേക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അത് കേട്ട യുവാവ് പറഞ്ഞു, ഞാൻ എങ്ങനെ കാണാനാ സാർ, ഈ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോലും ഞാൻ പോയിട്ടില്ല. അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, ഈ ഗ്രാമത്തിൽ നിന്നും നീ പുറത്തു പോയിട്ടില്ലേ? സിറ്റിയിലെ ജീവിതം പോലും നിനക്ക് എന്തെന്ന് അറിയില്ല. കഷ്ടം, ഇങ്ങനെയുള്ള ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട യുവാവിന് തോന്നി, ശരിക്കും തൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന്. ഇതൊക്കെ കേട്ട് അസ്വസ്ഥമായ മനസ്സുമായി വള്ളം തുഴയുന്നതിനിടെ വള്ളത്തിന്റെ ഒരു ഭാഗത്ത് ശക്തിയായി എന്തോ തട്ടുകയുണ്ടായി. ബോട്ടിൽ വെള്ളം കയറാൻ തുടങ്ങി. നദിയുടെ ആ ഭാഗത്താണെങ്കിൽ ആഴം കൂടുതലുമായിരുന്നു. തീരത്തേക്കെത്താൻ ദൂരവും കൂടുതലായിരുന്നു. അവൻ ജീവൻ രക്ഷിക്കാൻ നദിയിലേക്ക് ചാടാൻ ഒരുങ്ങി. യുവാവ് ബിസിനസ്മാനോട് ചോദിച്ചു, സർ, നിങ്ങൾക്ക് നീന്താൻ അറിയാമല്ലോ അല്ലേ? അദ്ദേഹം കുറച്ചു പേടിയോടെ മറുപടി പറഞ്ഞു, അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് നീന്താൻ അറിയില്ല. അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് യുവാവ് പറഞ്ഞു, അയ്യോ സാർ, താങ്കൾക്ക് നീന്താൻ പോലും അറിയില്ലേ? ഇങ്ങനെയുള്ള ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം സർ? ഒരല്പസമയം അഹങ്കാരം ഒഴിഞ്ഞ മനസ്സുമായി അദ്ദേഹം തല കുനിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ചോദിക്കുന്നത് എന്തും നിനക്ക് ഞാൻ തരാം, ദയവായി എൻ്റെ ജീവൻ രക്ഷിക്കൂ. യുവാവ് പറഞ്ഞു, സാറ് പേടിക്കേണ്ട, എനിക്ക് നീന്താൻ കഴിയും, സാറിനെ രക്ഷിക്കാനും കഴിയും. താങ്കൾ എന്നെ മുറുകെ പിടിച്ചോളൂ, ഞാൻ താങ്കളെ മറുകരയിൽ എത്തിക്കാം. അങ്ങനെ ആ ബിസിനസ്മാൻ്റെ ജീവൻ രക്ഷിക്കാൻ യുവാവിന് കഴിഞ്ഞു. തനിക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്കറിയില്ല എന്ന് കരുതി അവരെ കഴിവില്ലാത്തവരായി കാണണോ? പ്രതികൂല സാഹചര്യത്തിൽ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവരെല്ലാം കഴിവില്ലാത്തവരാണോ? സ്വന്തം സർട്ടിഫിക്കറ്റിന്റെ എണ്ണം നോക്കി മറ്റുള്ളവരെ താഴ്ത്തി കാണുന്നത് ശരിയാണോ? എല്ലാം അറിയാം എന്നൊരാൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് വെറും അഭിനയം മാത്രമാണ്. പെർഫെക്റ്റായി ആരും തന്നെ ഉണ്ടാകില്ല. അത് മനസ്സിലാക്കിയവർ ഒരിക്കലും മറ്റുള്ളവരെ താഴ്ത്തി കാണാറുമില്ല. എപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരെയും കഴിവില്ലാത്തവരും ചെറുതുമായി കാണുന്നത് നല്ലതല്ല. സുകുമാർ റോയുടെ ബംഗാളി കവിതയിലെ ഈ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്.